ഏറെ ചർച്ച ചെയ്ത അട്ടപ്പാടി മധു വധക്കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. കേസിലെ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടു. അതേസമയം വിചാരണ കോടതി ശിക്ഷിച്ച മറ്റ് പ്രതികളുടെ അപ്പീലുകൾ കോടതി തള്ളി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. കേസിലെ ഒന്നാം പ്രതിയായ ഹുസൈനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിചാരണ കോടതി നടപടി റദ്ദാക്കിയ ഹൈക്കോടതി ഇയാളെ വെറുതെ വിട്ടു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി മുൻപ് ഇയാൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതേസമയം കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീലുകൾ കോടതി തള്ളിക്കളഞ്ഞു. നേരത്തെ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇതിൽ 13 പേർക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഈ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും മധുവിന്റെ അമ്മ മല്ലിയും നൽകിയ അപ്പീലുകളിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത്. 2018 ഫെബ്രുവരി 22-നാണ് അട്ടപ്പാടി ചിക്കണ്ടി ഊരിലെ മധുവിനെ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചെന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പ്രതികൾ തന്നെ മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് കേസിൽ നിർണായക തെളിവായി മാറിയത്. സാക്ഷികളുടെ കൂറുമാറ്റങ്ങൾ ഉൾപ്പെടെ വലിയ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് കേസ് ഹൈക്കോടതിയിലെത്തിയത്. വിധി കേൾക്കുന്നതിനായി ജാമ്യത്തിലുള്ളവരും അല്ലാത്തവരുമായ എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മധുവിന്റെ കുടുംബത്തിലെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.